അവിനാഷ് തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ രാത്രി സ്വപ്നം കണ്ട് ഞെട്ടിയാണ് മരിയ ഉണർന്നത്. അവൾക്ക് ശരീരമാസകലം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച ആക്സിഡന്റ് മൂലമായിരുന്നു അവൾക്ക് ആ വേദന. അവളുടെ മുറിവുകളിൽ മരുന്ന് വെച്ചുകൊണ്ട് അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന സേവിയർ അവൾ ഉണർന്നതും അവളെ ആശ്വസിപ്പിച്ചു. എന്താടോ, താൻ വല്ല ദുസ്വപ്നം കണ്ടോ? മരിയ ഇല്ല എന്ന് തലയാട്ടി. തളർന്നു കിടന്ന അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് സേവിയർ പറഞ്ഞു, എനിക്കറിയാൻ നീ അവനെ സ്വപ്നം കണ്ടു അല്ലേ? പേടിക്കണ്ട, നാളെയോടുകൂടി ആ ദുസ്വപ്നം അവസാനിക്കും. നീ കോടതിയിൽ കൊടുക്കുന്ന മൊഴിക്കനുസരിച്ചിരിക്കും അവൻ്റെ ഭാവി. മരിയയ്ക്ക് നാളെ കോടതിയിൽ നടക്കുന്ന ട്രയലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നി. എങ്കിലും ആക്സിഡന്റ് ഉണ്ടാക്കി തന്നെ കൊല്ലാൻ ശ്രമിച്ച അവിനാഷ് ജയിലിൽ കിടക്കേണ്ടവൻ തന്നെയാണ്. ആ ബോധ്യം അവൾക്ക് കുറച്ച് ധൈര്യം പകർന്നു. തന്റെ കാമുകനായിരുന്ന സേവിയറിന്റെ ബിസിനസ് പാർട്ണറായിരുന്നു അവിനാഷ്. സേവിയറിന്റെ സുഹൃത്തായി നിൽക്കുമ്പോഴും അവിനാഷ് മരിയയെ പ്രണയിച്ചിരുന്നു. എന്നാൽ മരിയ അതിനെ എതിർത്തു. ആ പകയിൽ ഒരു വാടക കൊലയാളിയെ ഏർപ്പെടുത്തി ഒരു ആക്സിഡന്റ് സൃഷ്ടിക്കുകയായിരുന്നു അവിനാഷ്. ആ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അവിനാഷിന്റെ കോടതി ട്രയലായിരുന്നു നാളെ. എല്ലാ തെളിവുകളും അവനെതിരെയായിരുന്നു. പെട്ടെന്നാണ് ഒരു ഫോൺ കോൾ സേവിയറിന്റെ ഫോണിലേക്ക് വന്നത്. ഞാൻ എസ് ഐ ബിജുവാ. അവിനാഷ് ജയിലിയാടി. എന്താ സർ? നിങ്ങൾ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. സിറ്റി മുഴുവൻ പോലീസ് അയാളെ തിരയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് അറിയിച്ചൊന്നു മാത്രം. സേവിയറിന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. തന്റെ സുഹൃത്തായി നടന്ന് തന്റെ കാമുകിയെ നശിപ്പിക്കാൻ നോക്കിയ അവിനാഷിനെ സേവിയർ കൊല്ലാതെ വിട്ടത് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അവന് നൽകാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോഴാണ് പോലീസ് ഓഫീസർ വീണ്ടും സേവിയറിനെ വിളിച്ചത്. സേവിയർ, ഇപ്പൊ പാലത്തിനടുത്ത് വെച്ച് ഒരു കാറ് ആക്സിഡന്റിൽ കത്തിയെരിഞ്ഞ അവസ്ഥയിൽ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ മുഖം വ്യക്തമല്ല, പക്ഷേ ആ കാറിൽ നിന്ന് കിട്ടിയ ഡോക്യുമെന്റ്സ് അനുസരിച്ച് അത് അവിനാഷ് തന്നെയാണ്. തന്റെ ശത്രു കൊല്ലപ്പെട്ടു എന്ന വാർത്ത സേവിയറിനെ സന്തോഷിപ്പിച്ചില്ല. പോലീസിനെ കബളിപ്പിക്കാൻ അവിനാഷ് ഒരുക്കിയ ഒരു നാടകം മാത്രമാണ് ഇതെന്ന് അവന് മനസ്സിലായി. അവൻ എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. നീതിക്ക് വേണ്ടി താൻ നിയമത്തെ കൂട്ടുപിടിച്ചപ്പോൾ അതേ നിയമത്തെ കബളിപ്പിച്ച് അവൻ സ്വതന്ത്രനായിരിക്കുന്നു. തന്റെ സ്വരൂപം മാറ്റിയ അവൻ തന്നെ തേടി വീണ്ടും വരുമെന്ന് സേവിയറിന് ഉറപ്പായി. അവൻ തന്റെ ഗൺ റീലോഡ് ചെയ്ത് അരയിൽ തിരുകി. കാമുകിയുടെ മാനത്തിന് വില പറഞ്ഞവൻ നിയമം നൽകേണ്ട ശിക്ഷകളിൽ നിന്നും പുറത്തു വരുമ്പോൾ ആ ശിക്ഷ അവന് നൽകാനായി ഇറങ്ങിത്തിരിച്ച കാമുകന്റെ കഥ കേൾക്കാം മരിയയുടെ ദിനരാത്രങ്ങളെന്ന ഓഡിയോ ഷോയിലൂടെ കുക്കു FM-ൽ നിന്നും.